പുറത്തുനിന്ന് പിന്തുണ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെ അദ്ദേഹം എടുത്ത നിലപാടുകൾ രാഷ്ട്രീയ ഇന്ത്യ കണ്ടതാണ്. കാരണം മറ്റു രാഷ്ട്രീയത്തിനും അപ്പുറം CPM ബിനോയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ AK ബാലൻ, മുൻമന്ത്രി AK ബാലൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ AK ബാലൻ, ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ S രാമചന്ദ്രൻ പിള്ള പറഞ്ഞതുപോലെ ഇന്ത്യൻ ജനാധിപത്യ പ്രസ്ഥാനത്തിന് വലിയൊരു നഷ്ടമാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ മരണത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഭാവനകളെ താങ്കൾ ഏത് രീതിയിലാണ് അനുസ്മരിക്കുന്നത്? ഇന്ത്യൻ മതനിരപേക്ഷതയുടെ കാവൽ ഭടൻ നമുക്ക് നഷ്ടപ്പെട്ടു. അവിശ്വസനീയമാണ് ഈ വേർപാട്. ദീർഘകാലത്തെ ബന്ധം വ്യക്തിപരമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കുണ്ട്. 1980 അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെടുന്നത്. ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമായിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. അന്ന് തുടങ്ങിയിട്ടുള്ള ബന്ധമാണ്. പിന്നീട് അദ്ദേഹം പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായി ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചു. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ ശില്പികളിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് അദ്ദേഹം വഹിച്ചു. ഇന്ത്യയിലെയും ലോകത്തിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനേറ്റ ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു 1990-91 കാലഘട്ടത്തിലെ സോവിയറ്റ് റഷ്യയുടെ പതനവും അനുബന്ധ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിലെ പിന്നോട്ടടിയും. ഈ ഘട്ടത്തിലാണ് CPMന്റെ 14ാം പാർട്ടി കോൺഗ്രസ് 1992 മദ്രാസിൽ സമ്മേളിച്ച ഘട്ടത്തിൽ ചില പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെ സംബന്ധിച്ച ഒരു രേഖ അദ്ദേഹം അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും പ്രതിനിധികളെയും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലുള്ള അതിശക്തമായ ഒരു അവതരണമായിരുന്നു അദ്ദേഹം നടത്തിയത്. ദാർശനികമായി അദ്ദേഹം മാർക്സിസവുമായി എത്രത്തോളം ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ബൗദ്ധിക മേഖല വളർത്തി എന്നുള്ളതിന്റെ തെളിവായിരുന്നു അത്. ഇന്ത്യൻ യുവത്വത്തിന്റെ ഒരു ആവേശമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അദ്ദേഹത്തിന്റെ വേർപാട് പ്രത്യേകിച്ച് CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ ശൂന്യത സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ AK ബാലൻ, സങ്കീർണമായ പല രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സീതാറാം യെച്ചൂരിക്കുള്ള മികവ് തെളിയിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും സാഹചര്യം താങ്കളുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പങ്കുവയ്ക്കാൻ സാധിക്കുമോ? ഒന്ന്, അദ്ദേഹത്തിന്റെ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ ബോധം പ്രകടമായ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്ന സമയത്ത് അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുള്ള ചില ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പല തലങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം ഘട്ടങ്ങളിലെല്ലാം സൗമ്യനായി വലിയ ഒരു ദാർശനിക തലത്തിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും മാർക്സിസ്റ്റ് ലെനിനിസത്തെയും അതിന്റെ അടിസ്ഥാനമായ മൂല്യങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തെ നോക്കിക്കണ്ടത്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അദ്ദേഹം ജയിലിൽ കടന്നു. അതിനെതിരായി ശക്തമായി പ്രതികരിച്ചു. ശ്രീമതി ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം ഒരു കാലഘട്ടത്തിൽ നടത്തി. 1ാം UPA ഗവൺമെന്റ് രൂപപ്പെടുത്തുന്നതിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവനയുണ്ട്. ആ ഗവൺമെന്റ് വഴിവിട്ട രൂപത്തിൽ നീങ്ങിയ ഘട്ടത്തിൽ ആ ഗവൺമെന്റിനെതിരായി ശക്തമായ നിലപാടെടുത്തു. അഴിമതി ആരോപണത്തിന്റെ ഒരു വലിയ ശൃംഖല തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു. അവസാനം ഇപ്പോ സുപ്രീം കോടതിയിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളൊരു കേസാണ് യഥാർത്ഥത്തിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ടാക്കിയത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിരുന്നു അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രശ്നം. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കള്ളപ്പണം സംഭാവന ചെയ്യാനുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു.
അതിനെ മാറ്റിയെടുത്തത് അദ്ദേഹത്തിന്റെ ഇടപെടലാണ്. സുപ്രീം കോടതിയിൽ അദ്ദേഹം കൊടുത്ത കേസിന്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു സംവിധാനത്തെ ഇല്ലാതാക്കാൻ കഴിയും. ഇന്ത്യ രാജ്യത്തിലെ കള്ളപ്പണക്കാർക്കും കോർപ്പറേറ്റ് ശക്തികൾക്കും വർഗീയ ശക്തികൾക്കുമെതിരായിട്ടുള്ള വലിയൊരു ഇടിനാദം തന്നെയായിരുന്നു സീതാറാമിന്റെ ശബ്ദം. വളരെ നന്ദി ശ്രീ എ കെ ബാലൻ, താങ്കളുടെ അനുസ്മരണങ്ങൾ പങ്കുവച്ചതിന്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ഉണ്ണി ചേരുകയാണ്. ഉണ്ണി, അദ്ദേഹത്തിന്റെ മൃതദേഹം ദില്ലി എയിംസിൽ സൂക്ഷിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എപ്പോഴായിരിക്കും പൊതുദർശനം? അനുപ്രിയ, ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അദ്ദേഹത്തിന് മൃതദേഹം അനുപ്രിയ പറഞ്ഞ പോലെ തന്നെ എയിംസിൽ തന്നെ സൂക്ഷിക്കും. മറ്റന്നാളായിരിക്കും പൊതുദർശനമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ആ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റന്നാൾ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയുന്ന വിവരം. സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള പങ്കുവഹിച്ച ഒരാൾ തന്നെയാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സമന്വിതനായ ആയിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ വലിയ രീതിയിൽ തന്നെ ഒരു വിടവായി തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നും നിലനിൽക്കുമെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും 72ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി തന്നെ ഡൽഹി എയിംസിൽ ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ തുടരുകയായിരുന്നു. അതിതീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ ഒരു നഷ്ടം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. 2015 അദ്ദേഹം പ്രകാശ് കാരാട്ടിൻ്റെ പിൻഗാമിയായിട്ട് വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ വെച്ചാണ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത്. 2018 നടന്ന ഹൈദരാബാദിൽ നടന്ന പാർട്ടി കോൺഗ്രസിലും അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നു. കൂടാതെ 2022 കണ്ണൂരിൽ നടന്ന, അതായത് കേരളത്തിൽ നടന്ന ആ പാർട്ടി കോൺഗ്രസിലും അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി തുടരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് അദ്ദേഹം വളരെ നിർണായകമായ രീതിയിൽ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള സംഭാവനകളെല്ലാം തന്നെ ഉണ്ടായെന്നതും എടുത്തു പറഞ്ഞ കാര്യമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ നേരത്തെ ഒരു തുടർഭരണം ഉണ്ടായത് വലിയ രീതിയിൽ തന്നെ ദേശീയ തലത്തിലടക്കം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലുള്ള